ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യ നന്ദിനിയോട് പറയണ നമുക്ക് പ്രിയങ്കയും കാർത്തികയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ടൂർ പോയില്ല എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണേ, ഇപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ അടുത്ത ഒരു തീരുമാനം? പത്മ മേഡത്തിന് എന്തായാലും അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കും, അതുകൊണ്ട് അതൊന്നും വേണ്ട. അപ്പോൾ സൂര്യ പറയണേ, തനിക്ക് എന്നാടോ ഈ പേടിയൊക്കെ ഒന്ന് മാറുക, എന്ന് അവസാനിക്കാനാണ് തൻ്റെ ഈ പേടിയൊക്കെ? അപ്പോൾ നന്ദിനി പറയണേ, അത് അവസാനിക്കാനൊന്നും പോകുന്നില്ല സാർ. അപ്പോൾ സൂര്യ പറയണം, അച്ഛൻ തിരിച്ചു വന്നിട്ട് നല്ലൊരു ഉഗ്രൻ തീരുമാനം തന്നെ എടുക്കണം. എന്ത് തീരുമാനം എന്ന് നന്ദിനി ചോദിക്കണം. അല്ല, നമ്മളിപ്പോൾ അമ്മയുടെയും ചേച്ചിയുടെയും കൂടെയൊക്കെ താമസിക്കുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ? അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാം, അപ്പോൾ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. എന്താ സാർ ഈ പറയുന്നത്? അപ്പോൾ പത്മ മേഡവും വീട്ടിലുള്ളവരൊക്കെ പറയുക എന്താണ്, ഞാനാണ് സാറിനെ ഇവിടെ നിന്നും ഇറക്കി കൊണ്ടുപോയി എന്നല്ലേ? അതിനേക്കാളും എത്രയോ നല്ലത് ഞാൻ തന്നെ വന്ന വഴിക്ക് അങ്ങ് തിരിച്ചു പോകുന്നതല്ലേ. ഇപ്പോൾ ഒരു ബാധ്യതയായിട്ട് എൻ്റെ വീട്ടുകാരും ഇവിടെ ഉണ്ട്, അവരെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളാം. പിന്നെ കാർത്തികേയൻ വല്ല പ്രശ്നവും ഉണ്ടാക്കാൻ വരുമ്പോഴല്ലേ അയാളെ നേരിടാനുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ സൂര്യ പറയണു, അയ്യോ എൻ്റെ വായിൽ നിന്ന് അറിയാതെ ഒരു കാര്യം വീടും, അപ്പോഴത്തേക്കും നീ പെട്ടിയും പാക്ക് ചെയ്തു. ഇനി ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല. താൻ അതിന് ഇനി വേറെ തീരുമാനമൊന്നും എടുക്കണ്ട. സത്യത്തിൽ എനിക്കിപ്പോൾ ജീവിതം തന്നെ മടുത്തു എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, ഞാൻ കാരണമല്ലേ? അപ്പോൾ സൂര്യ പറയണേ, അല്ലടോ, എനിക്ക് ലൈഫിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എപ്പോഴും യാത്ര ചെയ്യണം, എൻജോയ് ചെയ്ത് ജീവിക്കണം, അല്ലാതെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ ഇവിടെ ഇരിക്കുക, അതെനിക്ക് വല്ലാത്ത ബോറടി തന്നെയാണ് എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, ഇതാ കഴുത്തിലെ ഈ താലി കണ്ടില്ലേ, ഇതാണ് കീൽ കെട്ടിയ കയറ്. പണ്ട് അങ്ങനെ ഒരു അഭ്യാസം കാണിച്ചില്ലായിരുന്നെങ്കിലേ ഇപ്പോൾ സാറിന് ഇങ്ങനെ ഒരു പരാതി പറയേണ്ടി വരില്ലല്ലോ. അപ്പോൾ സൂര്യ പറയണേ, മതി മതി, ഞാൻ എന്ത് പറഞ്ഞാലും നീ അവസാനം എത്തിക്കുന്നത് ഇതിലായിരിക്കും, അതുകൊണ്ട് നമുക്ക് പോവാം. എവിടേക്ക്? വീട്ടിലേക്കോ? അവിടേക്കും പോവാം, അതിൻ്റെ മുന്നേ തനിക്കൊന്ന് കറങ്ങിയിട്ട് വരാം, അപ്പോൾ തനിക്കൊരു സമാധാനവും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് സൂര്യ നന്ദിനിയെയും കൂട്ടി കാർ എടുത്തോണ്ട് പോവുകയാണ്. ഈ സമയം പത്മയുടെ ബന്ധുവായ ഗിരി ഫോൺ വിളിക്കാണ്. എന്നിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. അത് വഴിയൊക്കെ പറഞ്ഞ ശേഷം ഫോൺ വെക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ദ്രജ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്തിനാണ് അമ്മ ഇവിടേക്ക് അവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ പത്മ പറയണേ, എൻ്റെ ബന്ധുക്കാരാണ്, എന്താ അവരിവിടേക്ക് വരുന്നത് കൊണ്ട് ഒരു കുഴപ്പം അല്ല. ആ ഗിരിയുടെ ഭാര്യ ഒരു കോൺസ്റ്റബിൾ അല്ലേ, പോലീസുകാരിയല്ലേ? അതെ, നിനക്കെന്താ അതിനൊരു പുച്ഛം? പോലീസ് ജോലി നല്ല ജോലി തന്നെയല്ലേ എന്ന് പറയണ. അല്ല, എനിക്കൊരു പുച്ഛവുമില്ല, ഞാൻ പറഞ്ഞത് നന്ദിനിയുടെ കാര്യത്തെക്കുറിച്ചാണ്. നന്ദിനി സൂര്യയുടെ ഭാര്യയാണെന്നുള്ളതൊക്കെ അമ്മയുടെ ബന്ധുക്കാരറിയില്ലേ? അവരുടെ മുന്നിൽ നന്ദിനി വേലക്കാരി തന്നെയാണ്, അല്ലാതെ സൂര്യയുടെ ഭാര്യയാണെന്നുള്ള ഒരു പട്ടവും അവൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. അതല്ല അമ്മേ, സൂര്യയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ആരെയെങ്കിലും കണ്ടാലേ നന്ദിനിയോടുള്ള പെരുമാറ്റത്തിൽ അവന് കുറച്ച് കൂടുതലായി കാണിക്കും, അതുകൊണ്ടാണ്. അവൻ എങ്ങനെ പെരുമാറിയിട്ടും കാര്യമില്ല, എൻ്റെ ബന്ധുക്കാരുടെ മുന്നിൽ നന്ദിനി വേലക്കാരി തന്നെയാണ്. സമയം സൂര്യ നന്ദിനിയെയും കൂട്ടി കാറിൽ നല്ല സ്പീഡിലാണ് കേട്ടോ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് നല്ല പാട്ടൊക്കെ ഉറക്കെ വെക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയണേ, എന്തിനാണ് ഇങ്ങനെ സ്പീഡിൽ പോകുന്നത്? പാട്ടൊക്കെ ഒന്ന് പതുക്കെ വെച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ പോകുമ്പോഴേ ഈ പാട്ടൊക്കെ വേണം എന്ന് പറഞ്ഞ് നല്ല സ്പീഡിൽ പോവാൻ കേട്ടോ. അങ്ങനെ സ്പീഡിൽ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഗിരിയുടെ കാറുമായിട്ട് സൂര്യയുടെ കാർ ഒന്ന് ചെറുതായിട്ടുകയാണ്. അതോടുകൂടി സൂര്യയും ഗിരിയും കാറിൽ നിന്നും പുറത്തിറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി നന്നായിട്ട് തന്നെ വഴക്കുണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദിനിയും മഞ്ജുവും മഹിമയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രശ്നം കാണുന്ന സമയത്ത്, അവർ നല്ലതുപോലെ വഴക്കിടുന്ന സമയത്ത് നന്ദിനിയും മഞ്ജു അറിയുകയാണ്. അപ്പോൾ ഗിരിയോട് മഞ്ജു പറയാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാമെന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയണ്, അയ്യോടി മോളെ, എനിക്കെന്താ പോലീസിനെ പേടിയാണെന്നാണോ നീ കരുതിയത്? ഏത് പോലീസുകാരെയാണ് നിനക്ക് വേണ്ടത്? ഞാൻ വിളിച്ചു തരാം. അപ്പോൾ മഹിമ ദേഷ്യത്തിൽ സൂര്യയോട് പറയണ്, നിർത്തടോ, എൻ്റെ ചേച്ചി ഒരു പോലീസുകാരിയാണ്, താൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ അങ്ങ് പരിഹസിച്ചുകൊണ്ട് പറയണ, അയ്യോ പോലീസുകാരിയാണോ, എന്നാ ഒരു സല്യൂട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ പോലീസുകാരുടെ ഭർത്താവായതുകൊണ്ടാണോ ഇങ്ങനെ അഹങ്കാരം എന്ന് ചോദിക്കട്ടെ. അപ്പം മഞ്ജു പറയണേ, നല്ല വേഷം ധരിച്ചാൽ മാത്രം പോരാ, നല്ല സംസ്കാരവും വേണം, കണ്ടാൽ അറിയാം താൻ ഒരു കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞതോടുകൂടി നന്ദിനിക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയണേ, എൻ്റെ സൂര്യ സാറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടോ എൻ്റെ സ്വഭാവം അങ്ങ് മാറും. അപ്പോൾ മഞ്ജു പറയണേ, എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് കൈവച്ചാൽ പിന്നെ ഞാൻ നോക്കിയിരിക്കണോ? അപ്പോൾ നന്ദിനി പറയണേ, നിന്റെ ഭർത്താവ് എൻ്റെ സൂര്യ സാറിൻ്റെ ദേഹത്ത് കൈവച്ചതോ? അപ്പോൾ ഗിരി പറയണേ, ഞാൻ കൈവയ്ക്കും, വേണ്ടി വന്ന രണ്ട് പൊട്ടിക്കുകയും ചെയ്യും, എന്താ തനിക്ക് കാണണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണേ, എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ, എൻ്റെ സൂര്യ സാറിൻ്റെ ദേഹത്ത് താനൊക്കെ ഒന്ന് കൈവച്ച് നോക്ക്. ഈ സിറ്റിയിൽ എൻ്റെ സാറിൻ്റെ വില എന്താണെന്ന് അറിയാതെയാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. എവിടുന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നാണാവോ? സാറ് വിളിച്ചാലിൽ വരാത്ത പോലീസുകാരുമില്ല, സാറിന് സാധിക്കാത്തതൊന്നുമില്ല. ഇനി സാറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് അടിച്ച്
നിങ്ങളുടെ മുഖം പൊട്ടിച്ച് കളയും എന്ന് പറഞ്ഞ് നന്ദിനി കൈ ഓങ്ങുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യയെക്കുറിച്ച് പറഞ്ഞതോടുകൂടി നന്ദിനി സാരിയൊക്കെ അരക്കി കുത്തി ചട്ടമ്പിയെ പോലെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ നന്ദിനിയുടെ ദേഷ്യമൊക്കെ കാണുമ്പോൾ ഗിരിയും മഞ്ജുവും മഹിമയൊക്കെ അതിശയിച്ചു പോവാട്ടോ. സൂര്യ അടക്കം അതിശയിച്ചു പോവാണ് നന്ദിനിയുടെ പെട്ടെന്നുള്ള ആ ഭാവവ്യത്യാസം കാണുമ്പോൾ. മഹിമയും മഞ്ജുവും പറയണേ, ഗിരിയേട്ട കാർ എടുക്ക്, ഇവരോടൊന്നും സംസാരിക്കേണ്ട, വൃത്തികെട്ട കൂട്ടങ്ങളാണെന്നാ തോന്നുന്നത് എന്ന് മഹിമ പറഞ്ഞ ഉടനെ തന്നെ നന്ദിനി പറയണേ, മര്യാദക്ക് സംസാരിച്ചോളണം, മര്യാദക്ക് കാർ എടുത്ത് പോവാൻ നോക്ക് എന്ന് പറയട്ടോ നന്ദിനി. അതോടുകൂടി ഗിരി പറയണേ, ഇതിനുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇനി ഞാൻ തന്നിരിക്കും, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ കണ്ടുമുട്ടിയിരിക്കും എന്ന് പറയണേ. അപ്പോൾ സൂര്യയും തിരിച്ചു വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഗിരിയും സൂര്യയും വെല്ലുവിളിച്ചുകൊണ്ടാണ് രണ്ടുപേരും കാറിൽ കയറി പോകുന്നത്. സൂര്യ പറയണേ, നന്ദിനി നീ എന്തിനാ ഇതിൽ കയറി ഇടപെട്ടത്? പിന്നെ സാറിനെ പറഞ്ഞാൽ പിന്നെ ഞാൻ നോക്കി നിൽക്കണോ? സാറിന് ആര് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ സാറിനോട് കാർ പതുക്കെ ഓടിക്കാൻ പറഞ്ഞത്. അപ്പോൾ സാർ അത് കേട്ടില്ലല്ലോ, എന്നാൽ ഇനിയും നല്ല സ്പീഡിൽ ഓടിച്ചോ എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, ഇല്ല ഇനി ഞാൻ പതുക്കെയാണ് ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയും നന്ദിനിയും കാർ എടുത്തേണ്ട് പോവാണ്. അങ്ങനെ പത്മയുടെ വീട്ടിലേക്ക് ഗിരിയും മഞ്ജുമയും ചെല്ലാണ്. അങ്ങനെ അവരെ 3 പേരെയും ഇന്ദ്രജയും പത്മയും നല്ലതുപോലെ സ്വീകരിക്കാൻ കേട്ടോ. അപ്പോൾ മഹിമയും മഞ്ജു ഗിരിയും വന്ന വഴിയിലുണ്ടായ കാര്യം പത്മയോടും ഇന്ദ്രജയോടും വിജയനോടും കൂടി പറയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി, പക്ഷേ അവരുടെ കൂടെ ഉള്ള ആ പെണ്ണുപിള്ള തനി കച്ചറയാണ്, എന്താണ് അവർ പറഞ്ഞതൊക്കെ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അതാരാണ്, എന്ന വണ്ടി നമ്പർ ഒന്നും നോട്ട് ചെയ്യായിരുന്നില്ലേ എന്ന് ഇന്ദ്രജയും വിജയനും ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾ നോട്ട് ചെയ്തില്ല, പക്ഷേ ഇനിയും അവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും, അന്ന് ഞാൻ അവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് എന്ന് ഗിരി പറയണം. അപ്പോൾ മഞ്ജു പറയണ, ആ പെണ്ണുപിള്ളയുടെ രൂപം തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അവൾ പറഞ്ഞ ആ വാക്കുകളൊക്കെ. അപ്പോൾ പത്മ പറയണ, ചിലവരൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ദ്രജ പറയണ, അമ്മ അങ്ങനെ പറയാൻ കാരണം ഇവിടെ എൻ്റെ സൂര്യയുടെ ഭാര്യയെക്കുറിച്ചാണ്, ഒരു വേലക്കാരിയാണ് ഞങ്ങളുടെ തെങ്ങുംതോപ്പ് നോക്കി നടന്നിരുന്നവർ, എന്നിട്ടിപ്പോൾ സൂര്യയുടെ ഭാര്യയായി മാറി. അപ്പോൾ മഹിമയും ഗിരിയും മഞ്ജു അതിശയിച്ചു പോവാണ്. അപ്പോൾ എങ്ങനെ വേലക്കാരി ഭാര്യയായത് എന്ന് ചോദിക്കുമ്പോൾ പത്മ വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ കഥകളും അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് സൂര്യയും നന്ദിനിയും കയറി വരുന്നത്. അപ്പോൾ സൂര്യയാണെങ്കിൽ കള്ളു കുടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ സൂര്യ നന്ദിനിയോട് പറയാണ്, എനിക്ക് അവരെ കാണണം, അവരെ കണ്ട് എനിക്ക് 2 പറഞ്ഞാലാണ് എനിക്കൊരു ഉറക്കം കിട്ടൂ എന്നൊക്കെ പറയുമ്പോഴാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഗിരിയും മഞ്ജുവും മഹിമയും അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അതോടുകൂടി ഇവരെ കണ്ടതോടുകൂടി അവർ 3 പേരും അങ്ങ് എണീറ്റ് നിൽക്കാണ്ടോ. അപ്പോൾ പത്മയും ഇന്ദ്രജയും ഇതെന്താ ഇവരെ കണ്ടപ്പോൾ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഗിരിയെ കണ്ടതോടുകൂടി സൂര്യ, നിങ്ങളെന്താ ഇവിടെ, എന്താടാ നിങ്ങളിവിടെ, നിങ്ങളെ തേടി നടക്കുകയായിരുന്നു ഞാൻ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നന്ദിനി തടയുകയാണ്. ഈ സമയത്ത് സംസാരിക്കേണ്ട, സൂര്യ സാർ ഇവിടെ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നന്ദിനി റൂമിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ പത്മ ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ വരുന്ന വഴിയിൽ വെച്ച് ചെറിയൊരു പ്രശ്നമുണ്ടായിന്ന്, അത് ഇവരുമായിട്ടാണ്. അപ്പോൾ ഇന്ദ്രജ പറയാണ്, അത് ശരി, അപ്പോൾ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവർ കാരണം ഇപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും മുന്നിൽ തല താഴ്ത്തേണ്ട അവസ്ഥയാണ്, ഞങ്ങളുടെ ക്ഷമ കൊണ്ടാണ് എല്ലാം സഹിക്കുന്നത്. മഞ്ജു പറയണേ, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ഗിരിയേട്ട എന്ന് പറയുമ്പോൾ പത്മ പറയണേ, നിങ്ങൾ എൻ്റെ ഗസ്റ്റാണ്, നിങ്ങൾ എവിടേക്കും പോവില്ല, ഈ വീട്ടിൽ തന്നെ താമസിക്കും, നിങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് പത്മ എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ പറയണം. ഈ സമയം നന്ദിനിയോട് സൂര്യ പറയണം, എന്താ ഇവിടെ എൻ്റെ വീട്ടിൽ എന്നെ അപമാനിച്ച് അവരിവിടെ ഉണ്ടാവാൻ പാടില്ല, അവരിപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങി പോവണം എന്ന് പറയുമ്പോൾ നന്ദിനി പറയണം, അത് പത്മ മേഡത്തിൻ്റെ ബന്ധുക്കളാവാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ അവർ രാക്ഷസന്മാരായിരിക്കും, അവരെ ഉറപ്പായും ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല, അവരെ ഇപ്പം തന്നെ ഇറക്കി വിടണം എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ നന്ദിനി തടയാണ്. ഇപ്പോൾ സൂര്യ സാർ താഴേക്ക് ഇറങ്ങി വരരുത്, കാരണം ഇപ്പോൾ അവരെ ഇറക്കി വിട്ടാൽ ഞാനാണ് സൂര്യ സാറിനോട് പറഞ്ഞ് അവരെ ഇറക്കി വിടാൻ വേണ്ടി നിർബന്ധിക്കുന്നത് എന്ന് എല്ലാവരും പറയും, അതുകൊണ്ട് തൽക്കാലം സൂര്യ സാർ ഒന്ന് ക്ഷമിക്ക്, അവരാരാണ് എന്താണെന്നുള്ളതൊക്കെ ഞാനൊന്ന് ആദ്യം താഴെ പോയി നോക്കട്ടെ, എന്നിട്ട് മതി, സൂര്യ സാർ ഇവിടെ കിടക്ക് എന്ന് പറയാണ്. അപ്പോൾ സൂര്യ പറയണേ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഉറങ്ങുകയാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഉണർത്തിയിട്ട് അവരുടെ കാര്യം പറയണം, അവരെ ഈ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ ഇവിടെ നിന്നും ഇറക്കി വിടണം, എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ സൂര്യ പറയാണ്. അങ്ങനെ നന്ദിനി താഴേക്ക് ഇറങ്ങി ചെല്ലാണ്. അപ്പോൾ പത്മ ഗിരിയോടും മഞ്ജുവിനോടും മഹിമയോടും പറയണേ, നിങ്ങൾക്ക് റൂം റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ പോയി ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ അവർ പറയണേ, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ഇനിയും രാവിലെ ആവുന്ന സമയത്ത് ഇവരെ ഫേസ് ചെയ്യണ്ടേ, അത് സാരമില്ല, നിങ്ങൾ എൻ്റെ ബന്ധുക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ കിടക്കും, നിങ്ങൾ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി താഴേക്ക് ഇറങ്ങി വരികയാണ്. അതോടുകൂടി പത്മ പറയാണ്, നിങ്ങൾ ഇതുവരെ ഞങ്ങളെയാണ് നാണം കെടുത്തിയത്, ഇപ്പം നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായി
ബുദ്ധിമുട്ടായല്ലോ. അപ്പോൾ ഇന്ദ്രജ പറയണേ നീ വല്ലാതെ അങ്ങ് കയറി സംസാരിച്ചു എന്ന് ഇവർ പറഞ്ഞു. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഏത് സമയവും വേലക്കാരി എന്നാണ് നീ പറയാറുള്ളത്. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നീ യതീന്ദ്രൻ്റെയും ഈ പത്മയുടെയും മരുമകളായിട്ട് വലസുകയാണല്ലേ എന്ന് പറഞ്ഞ് കുത്തി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മഹിമയ്ക്കൊക്കെ ഒരു ചെറിയ സംശയം വരികയാണ്. ഈ നന്ദിനി ഒരു പാവമാണ്, ഇവരെല്ലാവരും കൂടി വല്ലാതെ അങ്ങ് പരിഹസിക്കുന്നുണ്ടല്ലോ, വല്ലാതെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് മഹിമയ്ക്കൊക്കെ ചെറുതായിട്ട് മനസ്സിലാവുകയാണ്. മഹിമയ്ക്കും മഞ്ജുവിനും ഗിരിക്കൊക്കെ. അപ്പോൾ മഞ്ജു പറയണേ ഞങ്ങളുടെ പേരിൽ വെറുതെ ഇനി ഇവിടെ ഒരു പ്രശ്നം വേണ്ട എന്ന് പറയുമ്പോൾ പത്മ പറയണേ അങ്ങനെ പറ്റില്ലല്ലോ, ഇവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. ഇവൾ ഞങ്ങളെ നാണം കെടുത്തുന്നതും പോരാഞ്ഞിട്ട് ഇനി പുറത്തിറങ്ങിയിട്ട് ഇവൾ അഹങ്കരിക്കുന്നോ എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും നീ ഇവർക്കുള്ള റൂം റെഡിയാക്കി കൊടുക്ക്. അപ്പോൾ നന്ദിനി പറയാണ് ഞാൻ അതിന് ഇവരോട് സംസാരിച്ചത് സൂര്യ സാറിനെ കുറിച്ച് ഇവർ മോശമായി സംസാരിച്ചത് കൊണ്ടാണ്. അപ്പോൾ സൂര്യയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നീ സംസാരിക്കും, ആ സൂര്യ സാറിനെ കുറിച്ച് ആരെന്ത് മോശമായി സംസാരിച്ചാലും ഞാനത് പ്രതികരിക്കും. അപ്പോൾ വിജയൻ പറയണേ സൂര്യയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ നീ പ്രതികരിക്കേണ്ട ആവശ്യമില്ല, അതിന് ഞങ്ങളൊക്കെ ഉണ്ട്. നീ ഇപ്പോൾ മര്യാദയ്ക്ക് ഇവരുടെ റൂമിൽ പോയിട്ട് നല്ലതുപോലെ വൃത്തിയാക്കി കൊടുക്ക്, ഇവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ റൂമൊക്കെ തുടച്ച് ക്ലീൻ ആക്കുകയും വേണം എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി അത് അനുസരിക്കാൻ നിൽക്കുമ്പോഴാണ് സൂര്യ താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇവൾ എൻ്റെ ഭാര്യയാണ്, വലിഞ്ഞു കയറി വന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയെ വേലക്കാരിയാക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങ് വൃത്തിയാക്കി കൊടുത്തേക്ക്, പത്മ മേഡവും മക്കളും അങ്ങ് ചെയ്തു കൊടുത്തേക്ക്, അല്ലാതെ എൻ്റെ ഭാര്യ അതിനൊന്നും കിട്ടില്ല. ഇവളെ ഞാൻ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണ്, സൂര്യയുടെ ഭാര്യയാണ്, സൂര്യയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ഇവളൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നന്ദിനി പറയണ അതൊന്നും കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയണ നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, നീ ഒന്നും ചെയ്യില്ല, വെറുതെ ഇവരുടെയൊക്കെ മുന്നിൽ പത്മ മേഡം നാണം കെടാൻ നിൽക്കണ്ട എന്ന് പറയട്ടോ. അപ്പോൾ അല്ല ഇവരെ അപമാനിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല, ഇവരെ ഞാൻ വിളിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്, ഇവർ സുമംഗലി പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയണേ ഇവർ സുമംഗലി പൂജയിൽ പങ്കെടുക്കാൻ വന്നതാണെങ്കിൽ അതും ഞാൻ നല്ലതുപോലെ നടത്തിത്തരാം നന്ദിനി, നമ്മളും സുമംഗലി പൂജയിൽ പങ്കെടുക്കും. പത്മയെ വെല്ലുവിളിച്ചുകൊണ്ട് സൂര്യ പറയണ ഞങ്ങളും ആ സുമംഗലി പൂജയിൽ പങ്കെടുക്കും, നീ ആരുടെയും അടിമപ്പണിയൊന്നും ചെയ്യേണ്ട, നീ ഇവിടെ വന്നേ നന്ദിനി എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ചുകൊണ്ട് സൂര്യ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇരി പറയണ ആൻറ്റിയെ നാണം കെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് ഇവിടെ നിന്നും ഇറങ്ങി പോവാത്തത്, എനിക്കിപ്പോൾ ആ സുമംഗലി പൂജയിൽ പങ്കെടുക്കാനുള്ള ആ താല്പര്യം പോലും ഇല്ലാതായി എന്ന് പറയുമ്പോൾ പത്മ പറയണ അവൻ കാരണം നിങ്ങൾക്ക് വിഷമമുണ്ടായതിൽ ക്ഷമിക്കണം, പക്ഷേ അവൻ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട, അവന് കള്ള് കുടിക്കാതെ ഒരിക്കലും അമ്പലത്തിലേക്കൊന്നും വരാൻ കഴിയില്ല, കള്ള് കുടിക്കാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവനൊന്നും അവിടേക്ക് വരാൻ പോകുന്നില്ല, നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ മഞ്ജു പറയണേ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിന് ഞങ്ങൾ ഒരു കാരണമായി എന്ന് പറയുമ്പോൾ പത്മ പറയണേ ഇതൊക്കെ ദിവസവും ഇവിടെ ഉള്ളതാണ്, നിങ്ങൾ ഇന്നൊരു കാരണമായി എന്നേ ഉള്ളൂ, നിങ്ങളിപ്പോൾ തൽക്കാലം പോയി ഉറങ്ങ്, ഇന്ദ്രജ ഇവർക്ക് റൂം കാണിച്ചു കൊടുക്കുക. ഈ സമയം നന്ദിനിയോട് സൂര്യ പറയണ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് മാത്രം പറഞ്ഞതല്ല, നിനക്കും ആഗ്രഹമില്ലേ ആ സുമംഗലി പൂജയിൽ പങ്കെടുക്കണം എന്നുള്ളത്, നീ എന്നോട് ഒരു തവണ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നന്ദിനി പറയണേ എനിക്കിപ്പോൾ ഒരു ആഗ്രഹവുമില്ല, എനിക്കിപ്പോൾ സൂര്യ സാറ് വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, അവിടെ പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അത് നാണക്കേടാണ്, ഇവിടെ ആവുമ്പോൾ 4 ആളല്ലേ കാണുകയുള്ളൂ, അങ്ങനെയല്ല അവിടെ പോലെ ഒരുപാട് ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരും, അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ ഞാൻ നിനക്ക് വാക്ക് തരുന്നു നന്ദിനി, നീ എനിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഗിരിയുമായിട്ട് റോഡിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയത്, ഞാൻ എവിടെയും തോറ്റു പോകരുത് എന്ന് കരുതിയിട്ട്, അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഞാൻ വെല്ലുവിളിച്ചതാണ്, നിന്നെയും കൂട്ടി ഞാൻ ആ സുമംഗലി പൂജയിൽ പങ്കെടുക്കും എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ എവിടെയും നാണം കെടണ്ട എന്നുണ്ടെങ്കിൽ നീ ഉറപ്പായും ഈ പൂജയിൽ പങ്കെടുക്കാൻ വരണം, പിന്നെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ എൻ്റെ കള്ളുകൂടി നിർത്തണം എന്നുള്ളത്, അപ്പോൾ അതിനൊക്കെ കൂടി തന്നെയാണ് നമ്മൾ ആ സുമംഗലി പൂജയിൽ പങ്കെടുക്കുന്നത്, ഞാനായിട്ട് ഒരിക്കലും ഒരു പ്രശ്നവും അവിടെ ഉണ്ടാക്കില്ല, അത് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയുടെ തലയിൽ തൊട്ട് സൂര്യ കൈവച്ചുകൊണ്ട് സത്യം ചെയ്യാണ് ഞാനായിട്ട് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, സൂര്യ സാർ അങ്ങനെ വല്ല പ്രശ്നവും ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോവും എന്ന് പറയുമ്പോൾ സൂര്യ വാക്ക് കൊടുക്കുകയാണ്, തലയിൽ തൊട്ട് കൈവച്ചുകൊണ്ട് സത്യം ചെയ്യാണ് ഞാനായിട്ട് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല നന്ദിനി, നമ്മൾ എന്തായാലും നാളെ തന്നെ സുമംഗലി പൂജയിൽ പങ്കെടുക്കാൻ നമ്മൾ പോവുമെന്ന് പറയാണ്. അങ്ങനെ നന്ദിനിക്ക് സൂര്യയുടെ ആ ഒരു മാറ്റമൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ നന്ദിനി ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ അമ്പലത്തിൽ പോയി അമ്മയെ ഒന്ന് കാണണം എന്നുള്ളത്, ആ ആഗ്രഹമാണ് എനിക്കിപ്പോൾ സാധിച്ചു തരാമെന്ന് സൂര്യ സാർ പറഞ്ഞിട്ടുള്ളത്. നന്ദിനി തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ എല്ലാവരും കൂടി പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് ചെല്ലണേ, എന്നിട്ട് അവിടെയുള്ള ഒരു ഹോട്ടലിൽ എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദിനിയും സൂര്യയും അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പത്മയും ഗിരിയും മഞ്ജുവും മഹിമയും ഒക്കെ കരുതുന്നത് അവർ എത്തിയിട്ടില്ല, ഈ സുമംഗലി പൂജയിലൊന്നും സൂര്യ പങ്കെടുക്കില്ല, അവൻ വെറുതെ ഇന്നലെ
രാത്രിയിൽ വീമ്പ് പറഞ്ഞതാണ് എന്നൊക്കെയാണ് പത്മ അവരോട് പറയുന്നത്. പക്ഷേ നന്ദിനിയും സൂര്യയും അവിടെ റൂം എടുത്ത് താമസം തുടങ്ങിയിട്ടുണ്ടാവും.